മനുഷ്യർ മാത്രമല്ല ഒട്ടനവധി ജീവികൾ നമ്മോടൊപ്പം ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട്. കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണെന്ന് നമുക്കറിയാം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10,000 വർഷങ്ങൾക്കു മുന്നേ വംശനാശം സംഭവിച്ച മാമത്തുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. മാമത്തകളെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നതിന്റെ വിജയസാധ്യതകളെ പറ്റി നോക്കുന്നതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിക്കുക. കൊലോസൽ ബയോസയൻസസ് എന്ന കമ്പനി ഡള്ളാസിൽ 7 കുഞ്ഞനെലികളെ സൃഷ്ടിച്ചു. ഭൂമുഖത്തുനിന്നും മാഞ്ഞുപോയ മാമത്തുകളെ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്പനിയാണ് ഇത്. 10,700 വർഷം മുമ്പ് ഭൂമുഖത്തുനിന്നും മാമത്തുകൾ മാഞ്ഞുപോയി. വടക്കേ അമേരിക്കയിലെ ആദ്യകാല ഹോളോസീൻ നിക്ഷേപങ്ങളിലും ഭൂഖണ്ഡങ്ങളിലെയും പ്ലീസ്റ്റോസീൻ നിക്ഷേപങ്ങളിലും മാമത്തുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്ലീസ്റ്റോസീൻ 2.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് 10,700 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച കാലഘട്ടമാണ്. റാങ്കിൽ ദ്വീപിൽ 4,300 വർഷങ്ങൾക്ക് മുൻപ് വരെ മാമത്തുകൾ ഉണ്ടായിരുന്നുവെന്ന് 2015 കണ്ടെത്തിയ ഒരു ഫോസിലിൽ നിന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. ആനകളുടെ പൂർവികരായാണ് മാമത്തുകളെ കണക്കാക്കുന്നത്. തണുപ്പേറിയ ഇടങ്ങളിൽ ജീവിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ളതായിരുന്നു മാമത്തുകളുടെ ശരീരപ്രകൃതി. 50 സെന്റിമീറ്റർ വരെ നീളത്തിലുള്ളതും ഇടതൂർന്നതും ഇരുണ്ട നിറത്തിലുള്ളതുമായ രോമവും വൂളി മാമത്തുകളുടെ ശരീരത്തിലുണ്ടായിരുന്നു. വൂളിയ മാമത്തുകളെ ഭൂമുഖത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് കൊലോസൽ ബയോസയൻസ്. കൊലോസ് ലാബിലെ ശാസ്ത്രജ്ഞർ ജനിതക മാറ്റം വരുത്തിയ എലികളെ ലാബിൽ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഇവയ്ക്കാകട്ടെ വൂളിയം മാമത്തുകൾക്കുണ്ടായിരുന്ന നിരവധി ജനിതക സ്വഭാവവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നു. തണുത്തുറഞ്ഞ കാലാവസ്ഥകളിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ വൂളി മാമത്തുകളെ പ്രാപ്തമാക്കിയ DNA ശ്രേണികളും ഭൗതിക സവിശേഷതകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ എലികളെ പരീക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് വിശദീകരണം. മാമത്തുകളുടെ ഏറ്റവും അടുത്ത ജനിതക ബന്ധുവായ ഏഷ്യൻ ആനകളിൽ നിന്ന് പിന്തുടർന്ന് അവയുടെ ശരീരത്തിലെ രോമത്തിന്റെ നിറം, ഘനം, ഘടന, ശരീരത്തിലെ കൊഴുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട 10 വകഭേദങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ DNA-കൾ ഇപ്പോൾ ലാബിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന വൂളി എലികളുമായി ഏറെ പൊരുത്തമുള്ളവയാണ്. ഉദാഹരണത്തിന് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന ഘടകം ഉപയോഗപ്പെടുത്തി രോമോപങ്ങളുടെ വികാസവും ഘടനയുമായി ബന്ധപ്പെട്ട് 3 ജീനുകളുടെ പ്രവർത്തനത്തിനും ശാസ്ത്രജ്ഞർ മാറ്റം വരുത്തി. കമ്പിളിക്ക് സമാനമായ രോമങ്ങളുടെ ഘടന, ചുരുണ്ട മീശ എന്നിവ അത്തരത്തിൽ ജീനുകളിൽ മാറ്റം വരുത്തി എലികളിൽ സൃഷ്ടിച്ചു. ഇതേപോലെ തന്നെ മെലാനോകോർട്ടിൻ 1 റിസപ്റ്റർ എന്ന ഘടകം ഉപയോഗപ്പെടുത്തി മെലാനിൻ ഉത്പാദനത്തിൽ മാറ്റം വരുത്തി. ജീനുകളിൽ ഈ എഡിറ്റിംഗ് വിജയം ശാസ്ത്രലോകത്തിന് വൂളി മാമത്തുകളിലേക്കുള്ള യാത്രയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഗവേഷണം സാങ്കേതികമായി ശ്രദ്ധേയമാണെന്നും ജനിതക മാറ്റങ്ങൾ കൃത്യവും കാര്യക്ഷമമാണെന്നും ലണ്ടനിലെ ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റെംസെൽ ബയോളജി ആൻഡ് ഡെവലപ്മെന്റ് ജെനറ്റിക്സ് ലബോറട്ടറിയിലെ റോബിൻ ലോവർ ബാജ് എലികൾ തണുപ്പിനെ എത്രമാത്രം പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാനാകില്ലെന്നും അദ്ദേഹം പറയുന്നു. മാമത്തുകളുടെ സ്വഭാവവുമായി ഈ എലികൾക്ക് എത്രമാത്രം സാദൃശ്യം ഉണ്ടെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനിയും പഠനം നടക്കേണ്ടതുണ്ടെന്നും റോബിൻ ലോവർ ബാജ് പറയും. ആർട്ടിക് സർക്കിളിൽ ജീവിക്കാൻ മാമത്തുകളെ പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായ സ്വഭാവ സവിശേഷതകൾ നേടുന്നതിന് ജീനോമിന്റെ ഏതൊക്കെ വിഭാഗങ്ങളാണ് നിർണായകമെന്ന് ഇതുവരെ അറിവായിട്ടില്ലെന്ന് ഷെഫീൽഡ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബയോസയൻസിലെ സീനിയർ ലെക്ചറർ ടെറി ഹെറിച്ച് വിമർശിക്കുന്നു. വംശനാശം സംഭവിച്ച ഏതെങ്കിലും ഒരു ജീവിയുടെ ഏകദേശ രൂപം മാത്രമേ മനുഷ്യൻ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഒരിക്കലും ഒരു പൂർണ്ണമായ മാമത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെന്നും അവർ വിമർശനം ഉന്നയിക്കുന്നു. ഈ വിമർശനത്തിനൊക്കെ ഇടയിലും വൂളി മാമത്തിനെ കൂടാതെ ഡോഡോ പക്ഷിയെയും ടാസ്മാനിയൻ കടുവയെയും പുനർജീവിപ്പിക്കാൻ കൊലോസൽ ബയോസയൻസസ് ശ്രമിക്കും. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ്.